ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കിടിലൻ ഉള്ളി മുളക് ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 200 ഗ്രാം ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50 എണ്ണം വരും. ഇനി ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 20 ഉണക്കമുളക് വേണം. ഞാനിവിടെ പകുതി കാശ്മീരി മുളകും പിന്നെ പകുതി സാധാരണ മുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി മുളക് ചേർക്കുമ്പോൾ നമുക്ക് എരിവ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം ഉണക്കമുളക് ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1-2 മിനിറ്റ് ആകുമ്പോഴത്തേനും മുളക് മൂത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ഇതാ ഇപ്പോൾ കുറച്ച് മുളകൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പാനിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളെടുക്കുന്നത് കുറച്ച് വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. തേങ്ങ ചേർക്കാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുളകൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല, ഒരല്പം തരിതരിപ്പുണ്ടെങ്കിലാണ് ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുളക് പൊടിച്ചതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിക്കൂട്ടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരല്പം തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതിയാവും. ഇതാ ഇപ്പോൾ നമ്മുടെ ഉള്ളി മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി ചോറിനൊപ്പവും പിന്നെ ഇഡ്ഡലി, ദോശ, കപ്പ വേവിച്ചതിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇത് നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 2-3 ദിവസം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെ കേടാകാതിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.